അപ്പൊ എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത് രണ്ട് വിശേഷങ്ങളാണ്. ഒന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഒരു സ്ഥലം വരെ പോയ വിശേഷം, ഒന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സർപ്രൈസ് കൊടുത്ത വിശേഷം. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോയിരിക്കുകയായിരുന്നു തൃശ്ശൂർ. ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ തൃശ്ശൂർക്ക് പോകുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പെട്ടെന്നൊരു പ്രിയപ്പെട്ട ആളെ ഒന്ന് കാണാൻ പോയാലും. പ്രിയപ്പെട്ട ആള് ആരാന്നല്ലേ? വെയിറ്റ് ചെയ്തോ, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ തൃശ്ശൂര് പാസ്പോർട്ട് ഓഫീസിൽ പോയി. എനിക്ക് അവിടെ 11:45 റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പാസ്പോർട്ട് ഓഫീസിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വണ്ടി കയറി പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച്, ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരമേ ഉള്ളൂ. എനിക്ക് ഡയറക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങോട്ടേക്കുള്ള വഴി കൃത്യമായിട്ട്. അങ്ങനെ പാസ്പോർട്ട് ഓഫീസിലെത്തി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒരു 11:30 ഒക്കെ ആയപ്പോൾ ഞാൻ അവിടെ എത്തി. പക്ഷെ ഒരു 1:30-2 മണിക്ക് ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ തിരിച്ചു വരുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ തിരിച്ചു വരാൻ നേരത്താണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, കുറച്ച് സമയം ബാക്കിയുണ്ടല്ലോ. പെട്ടെന്നാണ് എനിക്ക് ഉദിച്ചത് കേട്ടോ, ഒന്ന് ആ ആളെ കണ്ടിട്ടൊന്ന് വരാന്ന്. അപ്പൊ പെട്ടെന്ന് തന്നെ സർപ്രൈസ് വിസിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വഴി ഒപ്പിച്ച് കണ്ടുപിടിച്ച് ഞാൻ അവസാനം ആളുടെ വീട്ടിലെത്തി. അപ്പൊ ആളുണ്ടായിരുന്നില്ല, ആള് പഠിക്കാൻ പോയേക്കായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ആളുടെ മമ്മി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് മമ്മി ആയിട്ട് കുറെ ലോകവർത്താനവും പരദൂഷണമൊക്കെ പറഞ്ഞിരുന്ന് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ. ആളെ കാണാൻ പോയിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെ ഇപ്പൊ സ്കൂളിൽ പോയേക്കാണ്. ഇപ്പോഴേ നിങ്ങൾക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ടാവും ആരെ കാണാനാ ഞാൻ പോയെന്നല്ലേ. വെയിറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് ആള് പഠിക്കുന്ന സ്കൂള്. അപ്പൊ ഞാൻ വന്നതൊന്നും ആളെ അറിഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ആളുടെ മമ്മി പറഞ്ഞു, നീ ചെല്ല്, നീ ചെന്ന് ആളെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, ആള് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോ അതിലും വലിയ സർപ്രൈസ്, ഞങ്ങൾ രണ്ടുപേരും കിട്ടി. വേറൊന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആളോട് ചോദിച്ചു, ഇതാരാണ്, ഇയാളെ കണ്ടിട്ടില്ലല്ലോ, ഇതാരാന്ന് പുള്ളിക്കാരിയോട് എല്ലാവരും കൂടി ചോദിച്ച ശേഷം പുള്ളിക്കാരി പറയാ, അതെന്റെ ചേച്ചിയാന്ന്. ഒരു വിധത്തിൽ ഞാൻ അവളുടെ ചേച്ചിയല്ല, അവളുടെ അമ്മ എന്റെ സിസ്റ്ററാണ്. പക്ഷെ ആ വകയില് ഞാൻ എങ്ങനെ അവളുടെ ചേച്ചിയാവും? ഇതാണ് നമ്മുടെ പുള്ളിക്കാരി. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് കിട്ടിയ സർപ്രൈസ് എന്ന് പറഞ്ഞത്, എല്ലാരും കൂടി എന്നെ കൂടി അങ്ങോട്ട് ചേച്ചിയാക്കി. ഞാൻ പറഞ്ഞു വരുമ്പോ ഞാൻ അവളുടെ മേമയാണ്, മമ്മിയുടെ സ്ഥാനത്താണ്. പക്ഷെ അവൾ എന്നെ അവളുടെ ചേച്ചിയാക്കി. ഇത് ഏത് വകയിലാ കർത്താവ് ഞാൻ അവളുടെ ചേച്ചിയാവുന്നേ? അങ്ങനെ പുള്ളിക്കാരോട് 1, 2, 3, 4 ഒക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങള് അവിടുന്ന് പോന്നു. അങ്ങനെ അവിടുത്തെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 6 മണി കഴിഞ്ഞപ്പോഴാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ലേറ്റ് ആയിപ്പോയി. അങ്ങനെ കിട്ടിയ ഒരു ബസ്സിന് ഞാൻ ശക്തനിലോട്ട് വന്നിറങ്ങി. ശക്തനിൽ വന്നിറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു. നല്ല ബ്ലോക്കും മഴയൊക്കെ ആയിരുന്നു. നല്ല കുറേ നേരം ഞാൻ അവിടെ പെട്ടു. അങ്ങനെ ഞാൻ ശക്തനിലെത്തിയപ്പോൾ ദാ കിടക്കുന്നു ഞങ്ങളുടെ ഏരിയയിലേക്കുള്ള ഒരു ബസ്. ആ ബസ്സിൽ കയറി ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 7:45 കൂടി എൻ്റെ നാട്ടിൽ വീട്ടിലൊക്കെ എത്തി.